കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശിക സാഹിത്യോത്സവം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. എന്താണ് പുതിയത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരെ സൃഷ്ടിച്ച മലയാളികളുടെ പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത്? വിഷയത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് തൃശ്ശൂർ അക്കാഡമിയിൽ. അപ്പോൾ ഇവിടെ ഇത്രയും പേര് ഇത്രയും രാവിലെ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളുടെ സെഷൻ 10 മണിക്കായിരുന്നു. എന്താണ് പുതിയതെന്നുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ പുതിയ കാലത്തിൽ എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ പഴയത് പുതിയതെന്നുള്ളതല്ല, നമ്മളെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് ഉള്ളത്. പിന്നെ പുതിയ തലമുറ വായനയിലേക്ക് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനിയും മുന്നോട്ട് തന്നെ പോകണമെന്നുള്ളൊരു പ്രാർത്ഥനയും അതിനുവേണ്ടി കൂടുതലായിട്ട് ഹാർഡ് വർക്കും ചെയ്യും ഞാൻ റൈറ്റർ എന്ന രീതിയിൽ. ഇത്തരമൊരു സാഹിത്യോത്സവം കേരള സാഹിത്യ അക്കാദമി തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ പ്രയോജനം വായനക്കാർക്ക്, പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിന് ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പേരെ വായനക്കാരെ കണ്ടു. എനിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. കാരണം എൻ്റെ വായനക്കാരെ ഞാനത് കാണുകയാണ് നേരിട്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അവരോട് ഒന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു സൈൻ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം കാരണം ഞാൻ പണ്ടൊരു ഇങ്ങനെയുള്ള സാഹിത്യവേദികളൊക്കെ ഞാൻ പോകുമായിരുന്നു. ഞാൻ ആ സമയത്ത് ബുക്കൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബുക്കൊക്കെ ആയിട്ട് പോയി നമുക്കൊരു ഇത് കിട്ടുമ്പോൾ, കൈയെഴുത്ത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകും. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നു. വെരി പ്രൗഡ്. ഇപ്പോൾ ധാരാളം വായനക്കാർ ഉണ്ടായപ്പോൾ തന്നെ ധാരാളം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങൾ അത് ഏറെയായി മാറുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരം വിവാദങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിവാദങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ അത് വ്യക്തിഗതയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മളത് പ്രതികരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു നായയെ നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്, അതിനെ ഇട്ടിട്ട് അടിക്കുക എന്ന് വിചാരിക്കുക. കുറേ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളർത്തുകയാണെങ്കിൽ അത് പ്രതികരിക്കും, ഇല്ലേ? ഞാൻ എന്നെ നായയായിട്ട് ഉപയോഗിക്കുകയല്ല, പക്ഷേ ഒരു നായ അങ്ങനെ ചെയ്താൽ ഉപദ്രവിക്കുന്ന ഒരു ജീവിക്ക് ആ ഒരു സെൻസ് ഉണ്ട്. ഞാൻ പല കാര്യങ്ങളിലും മിണ്ടാതെ കുറേ കാലമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന എഴുത്തുകാർക്ക് ഇതുപോലെ തന്നെ പല ആൾക്കാരും വന്നിട്ട് ഇതുപോലെ ആക്ഷേപിക്കും. നമുക്ക് വ്യക്തിഗതയും നമുക്ക് വിമർശനവും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഇപ്പോൾ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ നോവൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് ആ ഒരു പോർഷൻ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഞാൻ പണം കൊടുത്ത് അവാർഡ് വാങ്ങി അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചു എൻ്റെ അച്ഛനെ പറയുക, എൻ്റെ വീട്ടുകാരെ പറയുക, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെതിരെ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരു റൈറ്റർ അല്ല എനിക്ക് പറയാൻ പറ്റും. കാരണം ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അവർ ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ എനിക്ക് മാനസികമായിട്ട് എൻ്റെ കുടുംബത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിന് എത്ര അങ്ങേറ്റം പോകാനും ഞാൻ തയ്യാറാണ്. ഇത്രയും നാൾ ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു, പക്ഷേ ഇനി അത് പറ്റില്ല. കാരണം ഈ ചുമ്മാ ഇപ്പോൾ ബലാത്സംഗം ചെയ്ത ആൾക്കാരൊക്കെ ആയിട്ടാണ് ഉപമിക്കുന്നത്. ഞാൻ ആരെയും ഇതുവരെ ബലാത്സംഗം ചെയ്യാനോ ഒന്നിനും പോയിട്ടുള്ള അങ്ങനൊരു ഫാമിലിയിലല്ല ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നതും. എന്നെ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ മറുപടി കൊടുക്കുന്നില്ല. എനിക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വഴക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിയമപരമായിട്ട് പോകുന്നു, നിയമം എന്നെ സംരക്ഷിക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വാദങ്ങളൊക്കെ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. പക്ഷേ പുതിയ എഴുത്തുകളെ കുറിച്ച് എന്താണ് പറയുക? പുതിയ എഴുത്ത് പറഞ്ഞാൽ ഇപ്പോൾ നോവലിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ തിരക്കഥ കഴിഞ്ഞു. അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് എന്തായാലും കുറേ ആൾക്കാർ കുഴിയിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതിലേക്ക് വീണ് പോകാതെ എൻ്റെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു സിനിമയും ഒരു പുസ്തകം വൈകാതെ തന്നെ വരും. ആരുടെയും കുഴികളിൽ വീഴാതിരിക്കട്ടെ, കൂടുതൽ കരുത്തോടു കൂടി മുമ്പോട്ട് പോകട്ടെ. അഖിൽ പി ധർമ്മജനൊപ്പം ജോസി സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.